നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിറയെ യാത്രക്കാരുമായി വിമാനം റൺവേയിൽ നിന്നും തെന്നി നീങ്ങി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ മസാന്ത്രൻ പ്രവിശ്യയിലെ റംസർ വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത്. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നി നീങ്ങിയാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. വിമാനത്തിൽ 150ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെല്ലാം വളരെയധികം സുരക്ഷിതം ആണ് എന്നാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, എന്നാൽ ഗുരുതര പരിക്കുകളല്ല ഇവയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഈ സംഭവങ്ങളെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനിയൻ വിമാന കമ്പനിയായ കാസ്പിയൻ എയർലൈൻസിനെ മാക്ഡൊണാൾഡ്സ് ഗഗ്ലസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇറാനിലെ മാനസന്തർ പ്രവിശ്യയിലെ രാജ്യാന്തര വിമാനത്താവളമായ റംസൽ സമീപത്തുള്ള തെരുവിലെ റോഡുകളിലേക്ക് ഇടിച്ചു നിൽക്കുന്ന വിമാനത്തിന്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ പരസ്പരം സഹായിച്ചാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇരട്ട എഞ്ചിനുള്ള സിംഗിൾ ഇടനാഴി വാണിജ്യ ജെറ്റാണിത്. കുട്ടികളെയും സൂട്ട് കേസുകളെയും വഹിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ മെയിൻ വാതിലിലൂടെ ഇറങ്ങുന്നതും അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് ഉപയോഗിച്ച് വിമാനത്തിന്റെ ചിറക് വഴി ഇറങ്ങുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം. വിമാനം ഇടിച്ചിറങ്ങിയ ഉടനെ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ വിമാനത്തിലേക്ക് വെള്ളം തളിച്ചുകൊണ്ട് അടിയന്തരമായി പ്രതികരിച്ച് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതും കാണുന്നുണ്ട്. കാസ്പിയൻ എയർലൈൻസ് ആയ ഫ്ലൈറ്റ് 6936 തിങ്കളാഴ്ച പുലർച്ചെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ട് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മഹർഷൈൻ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാസ്പിയൻ എയർലൈൻസ് ടെഹ്റാനിലാണ് പ്രവർത്തിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ കാസ്പിയൻ നഗരത്തിന് പുറത്ത് 2009 വാണിജ്യ വിമാനം തകർന്ന മറ്റൊരു അപകടവും ഉണ്ടായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 153 യാത്രക്കാരും 15 ക്രൂ അംഗങ്ങളും അന്ന് മരിക്കുകയും ചെയ്തിരുന്നു. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരകമായ വ്യോമ അപകടങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നത്. അതേസമയം ഇന്നലെ കാബൂളിൽ നിന്ന് മറ്റൊരു അപകട വാർത്തയും ഉണ്ടായിരുന്നു. 83 യാത്രക്കാരുമായി അഫ്ഗാൻ യാത്രാ വിമാനമായ എരിയാന എയർലൈൻസ് തകർന്നു വീണു. താലിബാൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗസ്നി പ്രവിശ്യയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അപകടം നടന്നെന്ന വാർത്ത വിമാന കമ്പനി നിഷേധിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ എല്ലാ വിമാനവും സുരക്ഷിതമാണെന്നാണ് കമ്പനി പറയുന്നത്. അതേസമയം എരിയാന അഫ്ഗാൻ എയർലൈൻസിന്റെ ബോയിങ് 737-400 വിമാനമാണ് തകർന്നു വീണതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാദേശിക കൗൺസിൽ അംഗങ്ങളും അപകട വിവരം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. 80ലധികം യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ഈ അപകടം നടന്നതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. മെഹ്റാനിൽ നിന്നും കാബൂളിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.